വളരെ പ്രധാനപ്പെട്ട ഒരു സമ്മേളനത്തിലാണ് നമ്മൾ സംബന്ധിക്കുന്നത്. നിലയ്ക്കൽ എക്യൂമെനിക്കൽ പ്രസ്ഥാനം ആരംഭിച്ചിട്ട് 40 വർഷങ്ങൾ പൂർത്തിയായി. ഈ സമയത്ത് അതിൻ്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുന്നതിനായിട്ട് മാർത്തോമായുടെ മാർഗം എന്ന ഒരു സ്മരണിക ഇവിടെ പ്രസിദ്ധീകരിക്കുന്ന അസുലഭമായ ഒരു സന്ദർഭമാണ്. മനുഷ്യവംശത്തെ സംബന്ധിച്ചിടത്തോളം ജാതിമത ഭേദമന്യേ ലോകത്തിലെല്ലാ മനുഷ്യനും പങ്കിടുന്ന ഒരു അടിസ്ഥാന തത്വം നമ്മുടെ വിശ്വാസമനുസരിച്ച് ദൈവത്തിൻ്റെ സ്വരൂപവും സാദൃശ്യവുമാണ്. അതിലാണ് ഒരേകത നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതുപോലെ ലോകത്തിലുള്ള ക്രിസ്ത്യാനികളെ മുഴുവനും ഒന്നിപ്പിക്കുന്ന അടിസ്ഥാന തത്വം, അടിസ്ഥാന പ്രേരക ശക്തി, അടിസ്ഥാന ജീവൻ എന്ന് പറയുന്നത് ക്രിസ്തുവാണ്, ക്രിസ്തുവിൻ്റെ രക്തമാണ് എന്ന് നമുക്കറിയാം. അതുപോലെ മലങ്കര നസ്രാണിയുടെ പാരമ്പര്യമെന്ന് പറയുന്നത് ഏത് വിഭാഗങ്ങളിൽപ്പെട്ടവരാണെങ്കിലും അവരെയെല്ലാം ഒന്നിപ്പിക്കുന്നതും അവർക്ക് അടിസ്ഥാന തത്വമായിരിക്കുന്നത് മാർത്തോമാ ശ്ലീഹായുടെ പാരമ്പര്യമാണ്. ആ ശ്ലൈഹിക പാരമ്പര്യവും മാർത്തോമാ ശ്ലീഹായുടെ മാർഗവുമാണ് ഇന്നുവരെ നമ്മെ ഒന്നിപ്പിക്കുന്നതായ അടിസ്ഥാന തത്വം. ഈ തത്വത്തിൽ അടിസ്ഥാനപ്പെട്ടുകൊണ്ടാണ് കേരളത്തിലെ ക്രിസ്ത്യാനികൾ പ്രത്യേകമായിട്ടും മാർത്തോമായുടെ മാർഗം AD 52 മുതൽ ഇന്ന് വരെയും പിന്തുടരുന്നത്. മാർത്തോമാ ശ്ലീഹായുടെ മക്കൾ നമ്മുടെ രാജ്യത്ത് നിവസിക്കുന്നു എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് അനേക രാജ്യങ്ങളിൽ നിന്ന് ക്രിസ്ത്യാനികളും ദേശാന്തര സഞ്ചാരികളുമൊക്കെ ഇവിടെ വന്നിട്ടുള്ളതായ ചരിത്രം നമുക്ക് ഉണ്ട്. എന്നാൽ ആ ചരിത്രത്തേക്കാൾ വലിയ ചരിത്രമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ മാർത്തോമൻ ശ്ലൈഹിക പാരമ്പര്യത്തിൻ്റെ ഹിസ്റ്റോറിക്കൽ റെക്കോർഡ് എന്താണെന്ന് ചോദിച്ചാൽ അത് ചരിത്രം എഴുതാതിരുന്ന കാലത്തെ ചരിത്രത്തിൻ്റെ അന്വേഷണമല്ല. നേരെ മറിച്ച് അന്നു മുതൽ ഇന്ന് വരെ സജീവമായി ക്രിസ്തീയ പാരമ്പര്യം, മാർത്തോമൻ പൈതൃകം, ആ പാരമ്പര്യം നിലനിർത്തുന്ന ഞാനും നിങ്ങളുമാണ് ഇന്ന് മാർത്തോമൻ മാർഗത്തിൻ്റെ യഥാർത്ഥമായ ചരിത്ര സാക്ഷ്യം എന്ന് പറയുന്നത്. നമ്മൾ നിലനിൽക്കുന്നു, നമ്മൾ ഈ മാർത്തോമൻ പാരമ്പര്യത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ലോകത്തിന് മുമ്പ്, ലോകത്തിൻ്റെ മുമ്പാകെ അവതരിപ്പിക്കുവാനുള്ള നമ്മുടെ ഏറ്റവും വലിയ സാക്ഷ്യമെന്ന് പറയുന്നത്, തെളിവെന്ന് പറയുന്നത്. പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെ ആ പ്രേക്ഷിത ദൗത്യം ഇന്നും നിലനിർത്തിക്കൊണ്ടു പോകുവാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ ആ പിതാവിനെ ഓർക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. ഏറ്റവും വലിയ ഒരു കാര്യമായിട്ട് ഞാൻ മനസ്സിലാക്കിയത്, അഥവാ വേദപുസ്തകത്തിൽ നിന്നും ചരിത്രത്തിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത്, മാർത്തോമാ ശ്ലീഹായുടെ ഭയമില്ലായ്മയാണ്. യാതൊരു ഭയവുമില്ലാതെ യേശുക്രിസ്തുവിനെ സ്നേഹിച്ച് ശുശ്രൂഷിച്ച് രക്തസാക്ഷിത്വം വഹിച്ച ആളാണ്.
കല്ലേറുകൊണ്ട് മരിക്കുവാനായിട്ട് ബഥാന്യയിലേക്ക് അവനോടുകൂടെ നമുക്കും പോകാമെന്ന് ധൈര്യമായിട്ട് പറയുമ്പോൾ അവിടെ അല്പം പോലും ഭയമില്ല. എൻ്റെ കർത്താവും എൻ്റെ ദൈവമേ എന്ന് ഉച്ചൈസ്തരം വിളിച്ചു പറയുമ്പോൾ ഭയമില്ലാത്ത ക്രിസ്തുവിലുള്ള സുസ്ഥിര വിശ്വാസത്തെ പ്രഘോഷിക്കുന്ന മാർ തോമാശ്ലീഹായാണ് നമ്മൾ കാണുന്നത്. വോണ്ടഫോറസ് രാജാവിൻ്റെ മുമ്പാകെ കൊട്ടാരം പണിയാൻ കൊടുത്തതായ പണം മുഴുവനും പാവങ്ങൾക്ക് വിതരണം ചെയ്തു എന്ന് പറയുമ്പോൾ അവിടെ നിന്നെ തുറുങ്കിൽ അടയ്ക്കാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ സന്തോഷത്തോടുകൂടെ അത് സ്വീകരിച്ച മാർത്തോമാ ശ്ലീഹായാണ് നമ്മൾ കാണുന്നത്. ക്രിസ്തീയ പാരമ്പര്യം ഇവിടെ പ്രചരിപ്പിക്കുന്നു എന്നുള്ളതിൻ്റെ പേരിൽ കുന്തം കൊണ്ട് തൻ്റെ അരുമനാഥനെ കുത്തിത്തുളച്ച അതേ മാതൃകയിൽ കുന്തം കൊണ്ട് തന്നെയും കുത്തിത്തുളച്ചപ്പോൾ ഭയമില്ലാതെ ആ ക്രൈസ്തവ പാരമ്പര്യം നിലനിർത്തുന്നതിന് ക്രിസ്തുവിനോടുകൂടെ ഉണ്ടായിരുന്ന ആ കാലഘട്ടം AD 72 അത് നിലനിർത്തിക്കൊണ്ടുപോയി എന്നുള്ളതാണ് അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് ഓർമ്മിക്കാനുള്ളത്. ഇത് ഞാൻ പറയുന്നതിൻ്റെ കാരണം ഭയമില്ലാതെ സുസ്ഥിരമായ വിശ്വാസത്തോടുകൂടെ മുന്നോട്ട് പോകേണ്ടതായ കാലഘട്ടം എന്നാളുമുണ്ട്. ആദ്യത്തെ 3 നൂറ്റാണ്ടുകളിൽ ഭയമില്ലാത്തവരായിരുന്ന പിതാക്കന്മാരുണ്ടായിരുന്നത് കൊണ്ടാണ് ഇന്ന് ഞാനും നിങ്ങളും ഇവിടെ ക്രിസ്ത്യാനികളെന്ന് പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. അങ്ങനെ ക്രിസ്തീയ വിശ്വാസത്തിനെതിരെ വെല്ലുവിളികളും വരുമ്പോൾ അതിനെ സധൈര്യം നേടുവാനുള്ളതായ ഭയമില്ലായ്മയും സുസ്ഥിര വിശ്വാസത്തെ ഏറ്റുപറയുവാനുള്ളതായ ആ ചങ്കൂറ്റവും നമുക്കുണ്ടാകുമ്പോൾ മാത്രമേ മാർത്തോമാ ശ്ലീഹായുടെ മക്കളാണെന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഞാൻ മുമ്പ് ഇവിടെ ഇരുന്നപ്പോൾ വെറുതെ ഒന്ന് ഓർത്തു പോയത്. ഇപ്പോൾ ആരെങ്കിലും ഈ ഹോളിൽ ഇങ്ങനെ ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ടെന്നറിഞ്ഞ് ചുറ്റുമായി വന്നിട്ട് ഈ കഥയെല്ലാം അടച്ച് നിങ്ങളെല്ലാവരെയും ക്രിസ്ത്യാനികളാണെന്നുള്ളതിൻ്റെ പേരിൽ ഷൂട്ട് ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞാൽ ഏത് ജനൽ പൊട്ടിച്ചക വെളിയിൽ പോകാമെന്നുള്ളതാണ് ഞാനും നിങ്ങളും ശ്രദ്ധിക്കുന്നത്. വാതിലടച്ചാലും സാരമില്ല, ഏത് ജനൽ പൊട്ടിച്ചക അപ്പുറത്ത് പോകാം. അത്രയേ ഉള്ളൂ നമ്മുടെ വിശ്വാസം. അങ്ങനെ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടോ? അതിനെതിരെ ധൈര്യമായിട്ട് നിൽക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അതിൽ ഞാൻ വളരെയധികം പ്രശംസിക്കുന്നു. അടിയേറ്റ കന്യാസ്ത്രീകൾ അല്പം പോലും ഭയചകിതരാകാതെ ഒരു പ്രതികരണവുമില്ലാതെ അത് സ്വീകരിച്ചത് വീഡിയോയിൽ കൂടെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഭയമില്ലാതെ സുസ്ഥിര വിശ്വാസത്തിന് വേണ്ടി ഏത് ത്യാഗവും സഹിക്കുവാൻ തയ്യാറാകുന്ന മാർത്തോമാ ശ്ലീഹായുടെ മക്കളാണ് ഞങ്ങളെന്ന് ധൈര്യപൂർവ്വം പറയുവാനുള്ള ചങ്കൂറ്റം നമുക്കുണ്ടാകുമ്പോൾ മാത്രമേ മാർത്തോമൻ മാർഗം നമ്മിൽ കൂടി യാഥാർത്ഥ്യമാവുകയുള്ളൂ എന്നുള്ളത് നാം പ്രത്യേകമായിട്ട് ഓർക്കേണ്ടതാണ്. രണ്ടാമതൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കും. മറ്റൊന്ന്, മാർത്തോമാ ശ്ലീഹായുടെ പാരമ്പര്യം സാമൂഹ്യ പ്രതിബദ്ധതയാണ്. അത് മാർത്തോമാ ശ്ലീഹ സ്വന്തമായി ഉണ്ടാക്കിയതല്ല. സ്വർഗത്തിൽ നിങ്ങൾക്ക് നിക്ഷേപം ഉണ്ടാക്കണമെന്ന് പറഞ്ഞതെൻ്റെ അരുമനാഥൻ്റെ പാത പിന്തുടർന്നുകൊണ്ട് കോണ്ടഫോറസ് രാജാവിന് സ്വർഗത്തിൽ കൊട്ടാരം പണിയാൻ ശ്രമിച്ചു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ സാമൂഹ്യ പ്രതിബദ്ധതയോടെ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ വെല്ലുവിളികൾ ഉണ്ടാവുക സാധാരണമാണ്. സുവിശേഷങ്ങൾ വായിക്കുന്ന നമുക്ക് മനസ്സിലാകുന്നത് യേശുക്രിസ്തുവിനെ എതിർത്തതായ പരീശന്മാരോ സാധുക്യരോ ന്യായശാസ്ത്രിമാരോ പുരോഹിതന്മാരോ യേശുക്രിസ്തുവിൻ്റെ നന്മ പ്രവർത്തികൾക്ക് മുമ്പിൽ ഒന്നും ചെയ്യുവാൻ സാധ്യമല്ലാതെ വന്നു. അവർക്ക് ഒരേ ഒരു കാര്യമേ ഉള്ളൂ, അതോടുകൂടെ സമൂഹത്തിൽ
അവർ നിഷ്പ്രഭരായി പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവരെ ലോകം അറിയുന്നില്ല. ജനം മുഴുവൻ അവൻ്റെ മുമ്പാകെ പോയി കഴിഞ്ഞു എന്ന് അവർ തന്നെ പറയുക. അതുമാത്രമേ അവർക്ക് സഹിക്കാൻ പാടില്ലാത്തതുള്ളൂ. ഇന്ന് വടക്കേ ഇന്ത്യയിലും മറ്റുള്ള സ്ഥലങ്ങളിലുമൊക്കെ ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെടുന്നത് ക്രിസ്തീയ മതത്തോടുള്ള വൈരാഗ്യമാണെന്ന് ഞാൻ കണക്കാക്കുന്നില്ല. കാരണം ഹിന്ദു മതം യഥാർത്ഥത്തിൽ എല്ലാ മതങ്ങളെയും അക്കോമഡേറ്റ് ചെയ്യുന്ന ഒരു മതമാണ്. അതിൻ്റെ ഇന്ത്യൻ ഫിലോസഫിയിൽ അത് പറയുന്നുണ്ട്. എന്നാൽ ഇതിന് വിപരീതമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ചില തീവ്രവാദികൾ അവരുടെ അംഗീകരണം സമൂഹത്തിൽ നിന്ന് നഷ്ടപ്പെടുന്നു. കാരണം ക്രിസ്തീയ മിഷനറിമാർ അല്ലെങ്കിൽ ക്രിസ്തീയ സഭകൾ സ്കൂളുകളും കോളേജുകളും നടത്തുന്നു. അതിൽ 99% പഠിക്കുന്നത് ആ നാട്ടിലുള്ള ആളുകളാണ്. അവർ പാവപ്പെട്ടവരുടെ വില്ലേജുകൾ സന്ദർശിച്ച് അവർക്ക് ആവശ്യമുള്ളതായ സഹായം നൽകുന്നു. ഹൈജീനിക്ക് അവരെ പഠിപ്പിക്കുന്നു, എഴുത്തും വായനയും അവരെ പഠിപ്പിക്കുന്നു. അവർക്ക് സമൂഹത്തിൽ ജീവിക്കാനുള്ളതായിരിക്കുന്ന മുഖ്യധാരയിൽ വരുന്നത് എങ്ങനെയെന്നവരെ പഠിപ്പിക്കുന്നു. ഇതൊന്നും ചെയ്യാത്ത ഒരു സമൂഹത്തിന് ഞങ്ങളുടെ അംഗീകരണം നഷ്ടപ്പെടുന്നു എന്നുള്ളതായ വിരോധം മാത്രമേ ഉള്ളൂ. ആ വിരോധത്തിൽ നിന്നാണ് നമുക്കെതിരായുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അവിടെയാണ് ഞാൻ പറഞ്ഞത്, സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടെ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അതിനെതിരെ ഉയരുന്നതായ വെല്ലുവിളികളെ ധൈര്യപൂർവ്വം നേരിടുവാനും അത് മുഖാന്തരം ഉണ്ടാകുന്ന പ്രതികൂലതകളെ അതിജീവിച്ചുകൊണ്ട് വീണ്ടും സമൂഹ പ്രതിബദ്ധതയോടുകൂടെ പ്രവർത്തിക്കുവാനും കഴിയുക എന്നുള്ളത് മാർത്തോമാ ശ്ലീഹായുടെ മാതൃകയാണ്, മാർഗമാണ്. ആ മാർഗം പിന്തുടരുവാനുള്ളതായ പ്രതിജ്ഞയെടുക്കുവാൻ നമുക്ക് കഴിയുന്നെങ്കിൽ അവിടെയാണ് നമ്മുടെ ഐക്യമെന്ന് പറയുന്നത്. ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഇന്ത്യയിലെ കേരളത്തിൽ മാർത്തോമാ ശ്ലീഹായുടെ മാർഗത്തിൽ വിശ്വസിക്കുന്ന സഭകളുടെ ഐക്യം എല്ലാ രംഗങ്ങളിലും ഒരുമിച്ച് ഉണ്ടാകേണ്ടത് അനിവാര്യതയായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ കാലഘട്ടത്തിൻ്റെ കാര്യങ്ങളെ, കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ, കാലഘട്ടത്തിൻ്റെ ചുവരെഴുത്തുകളെ വായിച്ചറിയുവാനും പ്രതികരിക്കുവാനും കഴിവുള്ള സമൂഹമായിട്ട് നമ്മുടെ മാർത്തോമൻ പാരമ്പര്യത്തിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ഒരുമിച്ച് പ്രവർത്തിക്കുവാനുള്ള വേദി ഒരുങ്ങേണ്ടത് ആവശ്യമാണ്. അല്ലെങ്കിൽ നാം ഒറ്റയ്ക്കായിട്ട് വേറിട്ട് നിർത്തി ആക്രമിച്ച് ഇല്ലായ്മയിലേക്ക് പോകും. അതിനെതിരെ പ്രവർത്തിക്കണമെങ്കിൽ നാം കൂട്ടായി പ്രവർത്തിക്കണം എന്നുള്ളത് മാത്രമേ ഈ സമയത്ത് ഓർക്കുവാനുള്ളൂ. നമ്മുടെ മാർത്തോമാ ശ്ലീഹ കാണിച്ചു തന്നതായ യേശു ക്രിസ്തുവിൽ നിന്നുള്ളതായ സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടെ പ്രവർത്തിക്കുവാൻ പ്രതിജ്ഞാബദ്ധരാണ് നമ്മൾ. പക്ഷേ അതിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ഒന്നായി, ഐക്യമായി, ഒന്നു ചേർന്ന് പ്രവർത്തിക്കുവാൻ തയ്യാറായാൽ നമ്മെ നശിപ്പിക്കുവാനായിട്ട് ഒരു ശക്തിക്കും സാധ്യമല്ല. ക്രിസ്തീയ വിശ്വാസത്തെ തച്ചുടയ്ക്കുവാനായിട്ട് ഈ ലോകത്തിൽ ആര് ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അവർ നശിച്ചു പോയിട്ടുള്ളതല്ലാതെ ക്രിസ്തീയ സമൂഹം നശിച്ചു പോയിട്ടില്ല എന്നുള്ളതായ ചരിത്ര സത്യം മനസ്സിലാക്കി പ്രവർത്തിക്കുവാനുള്ള ഒരുമയിലേക്ക് മാർത്തോമാ ശ്ലീഹായുടെ പാരമ്പര്യത്തിലൂടെ നമുക്ക് ഒരുമിച്ച് ചേരുവാൻ ഇടയാകട്ടെ എന്ന് ആശംസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കും.